തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയാളികളുടെ സംസാര ഭാഷ പലതരത്തിലാണ്. ഇവയെല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു വിദേശ മലയാളിയുണ്ട്, ജിദ്ദയിലെ ഷഫ്നാസ്. സംസാരം കേട്ടാൽ ഷഫ്നാസ് ഏത് ജില്ലക്കാരനാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമാകും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സംസാര ശൈലികളെല്ലാം അനായാസം കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഷഫ്നാസിനെ വ്യത്യസ്തനാക്കുന്നത്. പെണ്ണായാലും ശരി, പോത്തായാലും ശരി, പെർഫോമൻസിലാണ് വില. ഐശ്വര്യ റോയ് നമ്മുടെ അടുക്കളയിലെ ജാനുവും പെണ്ണ് തന്നെ. കേരളത്തിൽ അച്ചടി ഭാഷ സംസാരിക്കുന്ന കൊല്ലത്തുകാരാണെന്നുള്ള സംശയം എന്തുവാ? നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് കാണാറില്ലേ? അത് തന്നെയാണ് കൊല്ലം ഭാഷ. പത്തനംതിട്ട ദോണ്ട് നിൽക്കുന്നുണ്ടോ? ദോണ്ട് നിൽക്കുന്ന നാരായണന്റെ വീട്, ദോണ്ടാ പുഴ, അത് കഴിഞ്ഞിട്ട് ദോണ്ട് നിൽക്കുന്ന ആ പാലം, അതിനപ്പുറത്താണ് നാരായണന്റെ വീട്. അവിടെ കൊണ്ടുപോയി സാധനം ഇങ്ങ് വെക്കുക, ബെല്ലടിക്കുക, ഇങ്ങി പോരുക. ഇതൊക്കെ എന്നാ കപ്പയാടാ? കപ്പയൊക്കെ അങ്ങ് പാലായില്ലല്ലയോ? നമ്മുടെ മരുമോന്റെ പറമ്പിലെ കപ്പയല്ലയോ കപ്പ? ഞാൻ അങ്ങാട് പറയുമ്പോ ചേട്ടൻ ഇങ്ങാട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ചേട്ടൻ ന്യായീകരിക്കണ്ട, എട്ടിന്റെ പണി നമ്മ കൊച്ചിക്കാരാ. പുതിയ നമ്പരൊക്കെ ഉണ്ടാ? പുതിയത് വല്ലതും വേണം ചോദിച്ചോട്ടെ. നമ്മുടെ കയ്യിലുണ്ടാവുന്ന സ്റ്റോക്ക് ഉണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡ് തിരിഞ്ഞ ഒരു റൗണ്ടാണ്. അവിടുന്ന് റൗണ്ട് ചെയ്യുമ്പോ കാണാൻ ശക്തൻ സ്റ്റാൻഡ്. ജോസെ, ഷൺമുഖന്റെ ക്രാവത് അവിടെ കളിക്കണേ, നീ ഇവിടെ കൂടിക്കൊടറാ. പാലക്കാട് പൊണ്ണുങ്ങളാണ് പൊണ്ണുങ്ങള്. അവർ രാവിലെ പോവും, വൈകുന്നേരം വന്ന് ഡീസൽ ടാങ്ക് പൊട്ടിയിട്ട് ഷാർട്സ് ലിവറായിട്ട് ഓല് വയ്ക്കുന്നത്. അത് നേരം വൈകിയത്. കൊരമ്പയിലെ ജംഗ്ഷൻ കണ്ട് കഴിഞ്ഞിങ്ങാണ്ട് മഞ്ചേരി ചന്തി കൂടെയാണ് പോയത്. അപ്പൊ കാണാൻ പോനെ ഇങ്ങനെയൊക്കെയാണ് മലപ്പുറത്തിന് മണ്ണ് കിടന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു ആക്സിഡന്റ് പറ്റിയാണ് ചോര പറഞ്ഞിട്ട് മരിച്ചു. അതിന് ഞങ്ങളെ അയക്കൂലേ. കൊടുവള്ളിക്കാരനാണ്. ഇനി അറിയൂലോനാ നമ്മളക്കുണ്ടൻ അക്കുണ്ടനാവും തിന്നയല്ല കുടിക്കുകയല്ല കളിക്കാൻ വേണം പഠിക്കാൻ വേണം. ഇനി അറിയൂലോ നമ്മളെ മുട്ടാഞ്ചേരില്ലോനാണ്. ഞാൻ ആടെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാസർഗോഡ്. അപ്പൊ പോകുമ്പോൾ എന്നോട് ചോദിക്കുന്ന കോഴിക്കോട് വരുന്നു. ചപ്പാടെ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ആടെയെല്ലാം പോയിട്ട് വന്നിക്കുള്ളൂ, ഞാൻ ഈടെ തന്നെ നിൽക്കുന്ന കാട് ഒരു പട്ടി തന്നെ പറത്തിക്കുന്നുണ്ട്. ഞാൻ വേർപ്പ് തുള്ളിയിട്ട് പാഞ്ഞ്. ജിദ്ദയിലെ ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ഷഫ്നാസ് സ്കൂൾ കോളേജ് തലങ്ങളിൽ മിമിക്രിയിൽ നിരവധി അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.